ഇതാണ് മംഗോളിയ ഉലംബത്താറിലുള്ള സിറ്റിയുടെ നടുവിലുള്ള ചെങ്കിസ് ഖാൻ നാഷണൽ പാർക്ക്. ഇത് ഏകദേശം 100 കിലോമീറ്റർ ഇങ്ങനെ കിടക്കുന്ന ഒരു പാർക്കാണ്. ദൂരെയുള്ള മലനിരകളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ നല്ല സൺലൈറ്റ് ഉണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ കാണലൊന്നും നടക്കില്ല. ഇപ്പോൾ എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഇതുപോലെ വേറൊരു സ്ഥലവും ഉണ്ട്. അവിടെ ചെങ്കിസ് ഖാൻ്റെ പ്രതിമയൊക്കെ ഉള്ള ഈ ടൗൺ സെൻറ്റർ. ഇത് വളരെ വലിയൊരു സിറ്റി. അങ്ങ് ദൂരെ കാണുന്ന മലനിരകളൊക്കെ ഉണ്ടല്ലേ. ഈ മലനിരകളുടെ നടുവിലാണ് ഉലാൻബത്താർ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇവർ മലയെയും പുഴയെയും ഒക്കെ ദൈവമായിട്ട് കാണുന്നതുകൊണ്ടും ആരാധിക്കുന്നതുകൊണ്ടും അതിനൊന്നും തൊടാനോ ഒന്നും സമ്മതിക്കില്ല അവർ. ഗൂഗിൾ മാപ്പിൽ നിന്ന് വരെ പല മലകളും അവർ മറച്ചു വെച്ചിരിക്കും. കാരണം ഒരു ബുദ്ധിസ്റ്റ് സംസ്കാരം ഉള്ളതുകൊണ്ട്. കാരണം ആ പ്രകൃതിയൊക്കെ 1200-കളിൽ ചെങ്കിസ് ഖാൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയുണ്ട്. ഈ നഗരം ഏകദേശം 3 ലക്ഷം പേർക്ക് താമസിക്കാൻ ഖ്രൂഷ്ചേവിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ സെറ്റ് ചെയ്ത് കൊടുത്താണ്. ഈ നഗരത്തിൻ്റെ ആത്മാവ് നൊമാഡിക് ലൈഫുള്ള മംഗോളിയൻസാണ്. അവരുടെ സംസ്കാരമാണ്. അവരുടെ ബുദ്ധിസ്റ്റ് മൊബൈൽ മൊണാസ്ട്രികളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടാരങ്ങൾ ഇവർ മോചിപ്പിക്കപ്പെട്ട് സ്വതന്ത്ര രാജ്യമായി വരികയും പിന്നെ ഇവൻച്വലി അവർ സോവിയറ്റ് യൂണിയനിൽ ലയിക്കുകയും ചെയ്തപ്പോൾ സോവിയറ്റ് യൂണിയനാണ് ഇവർക്ക് അസ്ഥിയും വസ്ത്രവും രൂപം കൊടുത്തത്. ഈ നഗരത്തിന് രൂപം ഉണ്ടാക്കി കൊടുത്തത് സോവിയറ്റ് യൂണിയൻ. പിന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നും സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയപ്പോൾ ഇവരും പോയി കഴിഞ്ഞ് പിന്നെ അവർ നൊമാഡിക് ലൈഫിലേക്ക് തിരികെ വരികയും ചെയ്തു. പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്ത പോലെ ഈ നഗരത്തെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരൊരു നൊമാഡിക് കൾച്ചറാണ്. ഒരു സ്ഥലത്തും പെർമനൻ്റായി നിൽക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, വീടുകൾ സ്ഥിരം വെക്കുന്നതിനോടൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഇവരുടെ കൂടാരങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് വരും ദിവസങ്ങളിൽ. അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ആ കൂടാരങ്ങളിൽ താമസിക്കുന്നു. പിറ്റേ ദിവസം അവരും അവരുടെ കന്നുകാലികളുമായി വേറെ സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെയാണ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റൊന്നും ഇവർക്ക് താല്പര്യമില്ല. അങ്ങനത്തെ മനുഷ്യരാണ്. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അങ്ങ് ദൂരെ കാണുന്ന പൈൻമരക്കാടുകളും ഒക്കെയാണ്. അവിടെ നിന്ന് നോർത്തിലേക്ക് നേരെ പോയാൽ നേരെ റഷ്യൻ ബോർഡറാണ്. റഷ്യയാണ്. അവിടെയാണ് നമ്മളുടെ ഫേമസ് ബൈക്കൽ തടാകമൊക്കെ ഉള്ളത്. ആ തടാകത്തിലേക്കൊക്കെ മെല്ലെ വിൻ്ററിൽ തന്നെ പോകണം എന്ന ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ വിൻ്ററിൽ -40-45 ഒക്കെ ഒരു ഇപ്രാവശ്യം റെക്കോർഡ് വിൻ്ററാണ് എന്നാണ് കേട്ടത്. വരുന്നത് എന്താണെന്ന് നോക്കട്ടെ. കൊടും വിൻ്ററിൽ തന്നെ പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. സോ ദിസ് ഇസ് ചെങ്കിസ് ഖാൻ നാഷണൽ പാർക്ക്. ഇതിൻ്റെ കുറച്ച് പുല്ലിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇത് മൊത്തം നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതിൽ ട്രെയിനും വിളിക്കേണ്ടി വരും. എന്താ നാട്ടുവഴികളിലൂടെ ഇതുപോലത്തെ വഴികളിലൂടെയൊക്കെയാണ് ഇവരുടെ ഗ്രാമങ്ങളുള്ളത്. അപ്പോൾ എങ്ങനെ പ്രകൃതി ഇവരെ സൃഷ്ടിച്ചോ അതേ പ്രസ്റ്റീൻ അവസ്ഥയിൽ തന്നെ ഇവർ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വികസനം തൊടാതെ എങ്ങനെ ഇത് ഉണ്ടാക്കപ്പെട്ടോ അതേപോലെ. ഇലകളൊക്കെ പൊഴിയാൻ തുടങ്ങി. ഓട്ടമാണ്, ഫോളാണ്. വിൻ്ററിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ ചെടികളൊക്കെ. അത് കാരണമാണ് ഈ ഒരു ഗോൾഡൻ കളർ വന്നിരിക്കുന്നത്. ഒന്ന് അത്ഭുതത്തോടെ ആലോചിച്ച് നോക്കൂ. 1200-കളിലൊക്കെ ചെങ്കിസ് ഖാനും അദ്ദേഹത്തിൻ്റെ പടനായകന്മാരും എല്ലാം കുതിരയൊക്കെ ഓടിച്ച് അനേക പടയാളികളൊക്കെയായി പോയൊരു സ്ഥലമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ബേസ്ഡ് രാജ്യം ഉണ്ടാക്കിയ മഹാനായ എന്ന് പറയാവുന്ന ഒരു നേതാവും കൂടിയാണ് അദ്ദേഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുതൽ പസഫിക് സമുദ്രം മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ നീളുന്ന വലിയൊരു സാമ്രാജ്യം. ദ ലാർജസ്റ്റ് ലാൻഡ് ബേസ്ഡ് കൺട്രി മംഗോൾ എംപയർ. അത് ഇവിടെയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂവും കൂടി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ എയറിലും ഇതിൽ നടക്കുമ്പോൾ. ഓരോ ശ്വസിക്കുന്ന വായുവിലും ഓരോ കണികയിലും ആ ഒരു ചരിത്രത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ ചരിത്രത്തിൽ ചവിട്ടിയാണ് നടക്കുന്നതെന്നുള്ള തോന്നലും ഒക്കെയുണ്ട്.
സോ അതൊക്കെ അങ്ങനെ കിടക്കുകയാണ്. കുറേ പോകാനുണ്ട്. വരും ദിവസങ്ങളിൽ മെല്ലെ മെല്ലെ അവിടെയൊക്കെ പോയി ഇടാമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ട മലനിരകൾ കാണാം. ഈ മലനിരകളുടെ നടുവിൽ കിടക്കുന്ന നഗരമാണ് ഉലാൻബത്താർ. ഇതിൻ്റെ ഏറ്റവും തെക്കേറ്റത്താണ് ഞാനുള്ളത്. ഉലാൻബത്താർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടതൊന്നുമല്ല, അതിഭീകരമായ സിറ്റിയാണ്. ഏകദേശം 70 ലക്ഷത്തോളം ആളുകളുണ്ടെന്ന് തോന്നുന്നു. 70 ലക്ഷം ആയിരിക്കണം, കണക്ക് ചിലപ്പോൾ മാറിപ്പോവാം. അത്ര ആളുകൾ താമസിക്കുന്ന പട്ടണമാണ്. ഇതിനെ 7 ഡിസ്ട്രിക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും തെക്കുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ ഉള്ളത്. ബാക്കി ഡിസ്ട്രിക്റ്റുകളിലൂടെയും ഒക്കെ പോയി എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെയൊക്കെ വിട്ടിട്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകണമെന്നാണ്. മംഗോളിയൻ വിൽഡർനെസ് കാണണമെന്നാണ്. ഈ ഈറി സൈലൻസ്, എംപ്റ്റിനെസ്, അതൊക്കെ ഫീൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓൾറൈറ്റ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.